യെസ്, അപ്പൊ ഞാനിന്ന് പറയാൻ പോകുന്ന BBA ഏവിയേഷനെ കുറിച്ചാണ്. ഇന്നിപ്പോ ഒരുപാട് എൻക്വയറി വരുന്നുണ്ട് കേട്ടോ BBA ഏവിയേഷനെ കുറിച്ച്. ഇപ്പം BBA ഏവിയേഷനിൽ ഏത് സ്പെഷ്യലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പം എന്താണ് എയർപോർട്ട് മാനേജ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എയർപോർട്ട് ഇൻഡസ്ട്രിയിലൊക്കെ അല്ലെങ്കിൽ ഇപ്പൊ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലൊക്കെ ജോലി കിട്ടുമെന്നുള്ളത്. അപ്പൊ +2 കഴിഞ്ഞിട്ട് നമുക്ക് ഏതൊരു കോഴ്സ് ആണെങ്കിലും നമ്മൾ ചൂസ് ചെയ്യുന്നത്, ഇപ്പൊ BBA ആവട്ടെ BSc ആവട്ടെ, ഏത് കോഴ്സ് ആണെങ്കിലും നമ്മൾ ചൂസ് ചെയ്യുന്നത് +2 കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ. അപ്പൊ +2 കഴിഞ്ഞിട്ട് ഒരു സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു കുട്ടി നമ്മൾ ഏത് കോഴ്സിലോട്ട് തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഏത് കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളത് അവരുടെ പാഷൻ അനുസരിച്ച് മാത്രമായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് മാത്രമായിരിക്കണം. ഇപ്പം ഒരുപാട് കുട്ടികൾ കൂടുതലും ഇപ്പൊ കൂടുതലും ഞാൻ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ഒരു കുട്ടി ഒരു കോഴ്സ് ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അവര് ഫ്രണ്ട്സ് എടുക്കുന്ന സെയിം കോഴ്സിലോട്ട് പോകും. പക്ഷെ അവിടെയും ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ് അല്ല നോക്കുന്നത്. അതല്ലെന്നെങ്കിൽ ഇപ്പൊ ഫാമിലി അച്ഛനോ അമ്മയോ ഇന്ന കോഴ്സ് എടുത്ത് പഠിക്കുമോളെ അല്ലെങ്കിൽ ഇന്ന കോഴ്സ് എടുത്ത് പഠിക്കുമോനെ എന്ന് പറഞ്ഞിട്ടായിരിക്കും. അതല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിലോ അല്ലെങ്കിൽ മറ്റവർക്ക് പരിചയമുള്ള ആരെങ്കിലും ഒരു ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന കണ്ടിട്ട് ഓക്കെ അപ്പൊ ഞാനും ഈ കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഞാനും ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കും എന്നായിരിക്കും അവർ വിചാരിക്കുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ അല്ല. ഏത് കോഴ്സ് എടുത്ത് പഠിച്ചാലും അതിന്റേതായ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാ കോഴ്സിനും അവൈലബിൾ ആയിട്ടുണ്ട്. അതിപ്പം ഇന്ത്യയിലാവട്ടെ എബ്രോഡ് ആവട്ടെ എല്ലാത്തിനും അതിന്റേതായ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാണും. BBA ഏവിയേഷൻ കഴിഞ്ഞിട്ട് ഇപ്പം എയർപോർട്ട് മാനേജ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലോ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിടത്തും ഒരു ഹയറിംഗിലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള സ്റ്റുഡൻസിനെ മാത്രമേ എടുക്കുള്ളൂ എന്നെങ്ങും പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾക്കിപ്പോ ഏവിയേഷൻ അത്രയും പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്രയും ഇൻട്രസ്റ്റ് ആണ്, നിങ്ങൾ കുഞ്ഞുനാളില് നിങ്ങൾക്ക് ഒരു ഇങ്ങനെ ഏവിയേഷൻ പരമായിട്ട് അല്ലെങ്കിൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ അങ്ങനെ വർക്ക് ചെയ്യണം, എനിക്ക് അത് മാത്രമാണ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് അറിയണം പഠിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം അത് സ്പെഷ്യലൈസ് ചെയ്ത് BBA ഏവിയേഷൻ എന്ന് പറഞ്ഞ് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാം. അതർവൈസ് നിങ്ങൾക്കിപ്പോ ഒരു ഇതും ഇല്ല എന്നാൽ നിങ്ങൾ ഒരു കൊമേഴ്സോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇപ്പൊ സയൻസ് കഴിഞ്ഞിട്ട് എനിക്ക് ഇന്ന ഫീൽഡിലോട്ട് മാറണം എന്നുള്ള സ്റ്റുഡൻസിനാണെങ്കിൽ നിങ്ങൾ BBA എന്നുള്ളൊരു ഓപ്ഷൻ മാത്രം ചൂസ് ചെയ്യുക, അല്ലെ അതിൽ സ്പെഷ്യലൈസ് ചെയ്യാതിരിക്കുക. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് BCom എടുത്ത് പഠിക്കണമെങ്കിലും സെയിം തന്നെയാണ്, അതല്ലെങ്കിൽ ഇപ്പൊ BSc കോഴ്സുകൾ എടുത്ത് പഠിക്കണമെങ്കിലും സെയിം തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് അത്രയും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ ഒരുപാട് ഇപ്പൊ കോളേജസിലൊക്കെ ഒരുപാട് നല്ല വലിയ ഫീസുകളാണ് ഏവിയേഷൻ കോഴ്സിന് വാങ്ങിക്കുക. അപ്പൊ ഏവിയേഷൻ കോഴ്സ് അത്രയും ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് ഇപ്പൊ നിങ്ങൾക്ക് കേരളത്തിന് പുറത്തും ഒക്കെ ഒരുപാട് കോളേജസിൽ അവൈലബിൾ ആണ്. അപ്പൊ നോക്കിയെടുക്കുക ഏത് കോളേജ് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ അവരുടെ ഇന്റേൺഷിപ്പ് ഫെസിലിറ്റീസും പ്ലേസ്മെന്റും ഒക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഒത്തിരി ഫീസ് വാങ്ങിച്ചിട്ട് അവര് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഒരു പറ്റിപ്പിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം നമ്മുടെ കോളേജസ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും സ്പെഷ്യലി ഇങ്ങനെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തെടുക്കുന്ന കോഴ്സിന് ഇപ്പൊ BBA BCom അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തെടുക്കുന്ന ഡിഗ്രി കോഴ്സിന് നമ്മൾ കോളേജസ് ചൂസ് ചെയ്യുമ്പം നമ്മൾ അത്രയും കൺഫേം ആക്കിയിട്ട് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നോക്കിയിട്ട് വേണം ഒരു കോളേജിൽ നമ്മൾ അഡ്മിഷൻ എടുക്കാനായിട്ട്. ഈവൻ നമ്മൾ +2 കഴിഞ്ഞിട്ട് ഒരു ഏത് കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മളെ കരിയർ പോകുന്നത് ആ ഒരു കോഴ്സിനെ ബന്ധിച്ചായിരിക്കും. 90% അങ്ങനെ ആയിരിക്കും. ബട്ട് ചില ബാക്കി 10% വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കോഴ്സ് എടുത്തിട്ട് നമുക്കത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് വേറൊരു കോഴ്സിലോട്ട് ചൂസ് ചെയ്ത് പോവോ അല്ലെങ്കിൽ മാറിപ്പോവോ ആയിരിക്കും. അപ്പൊ 90% കോഴ്സ് നമ്മൾ എടുക്കുന്നത് ഏത് കോഴ്സാണോ അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ കരിയർ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത്രയും നല്ല കോളേജിലും പ്ലേസ്മെന്റ് അത്രയും ഓപ്പർച്യൂണിറ്റീസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന കോളേജസിലും ആയിരിക്കണം നമ്മൾ അഡ്മിഷൻ എടുക്കാനായിട്ട്. ഇനി ഒരു സ്റ്റുഡന്റും അല്ലെങ്കിൽ ഇനിയിപ്പം കൺഫ്യൂഷൻ ആണ്, എനിക്ക് +2 കഴിഞ്ഞ് ഏത് സബ്ജക്ട് എടുക്കണം അല്ലെങ്കിൽ ഏത് കോഴ്സിലോട്ട് ഞാൻ തിരിയണം, അല്ലെങ്കിൽ ഇപ്പം BBA തന്നെ ഞാൻ ഏതെങ്കിലും സ്പെഷ്യലൈസ് ചെയ്യണോ, എന്റെ ഇൻട്രസ്റ്റ് എന്താ എന്നൊക്കെ പറഞ്ഞ് ഡൗട്ട് അടിച്ചിരിക്കുന്ന സ്റ്റുഡൻസ് ഇനി ഒരിക്കലും ഒരു കോഴ്സ് എടുത്തും പെട്ടുപോകരുത്. അല്ലെങ്കിൽ ഒരു കോളേജ് ചൂസ് ചെയ്യുമ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് വേണം ഒരു കോളേജ് നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജസിനെ കുറിച്ചോ കോഴ്സിനെ കുറിച്ചോ ഈവൻ അവിടുത്തെ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചോ എന്ത് കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ.